കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ DGM അലക്സ് മാത്യുവിനെതിരെ വിശദമായ അന്വേഷണത്തിന് വിജിലൻസ്. അലക്സിന്റെ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ചും പരിശോധനയുണ്ടാകും. ഇന്നലെ രാത്രി കടക്കലിലെ ഗ്യാസ് ഏജൻസി ഉടമ മനോജിൽ നിന്ന് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അലക്സ് മാത്യു പിടിയിലായത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഈ ഇത്തരം വിവരങ്ങളൊക്കെ വല്ലാതെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഇത്തരം ഉയർന്ന പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നി. മനോജ് പറഞ്ഞു മറ്റു പലർക്കും ഇത് ഇങ്ങനെ പരാതിപ്പെടണമെന്നുണ്ട്, പക്ഷേ ഭയം കൊണ്ടാണ് പരാതിപ്പെടാത്തത് എന്നും പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ പറയൂ. സ്മിത, ഈ മനോജ് എന്ന് പറയുന്ന ഏജൻസി ഉടമ IOCക്ക് കീഴിൽ നിരവധി ഏജൻസികളുള്ള, അല്ലെങ്കിൽ മനോജിൻ്റെ പേരിൽ തന്നെ നിരവധി ഏജൻസികളുള്ള ഒരാളാണ്. മനോജിനെ ഇങ്ങനെ ഒരു പൈസ വാങ്ങുന്നതിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൈക്കൂലിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥൻ സമ്മർദ്ദപ്പെടുത്തിയത് ചില്ലറയൊന്നുമല്ല. അതായത് മനോജിൻ്റെ ഏജൻസികളിൽ നിന്ന് ആളുകളെ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റുന്നു. അത് ഇനിയും 20,000-ഓളം ആളുകളെ മാറ്റും എന്നുള്ളൊരു കാര്യമാണ് ഈ ഉദ്യോഗസ്ഥൻ മനോജിനെ അറിയിക്കുന്നത്. പിന്നീടാണ് അത് മാറ്റാതിരിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ കൈക്കൂലിയായി നൽകണം എന്നാവശ്യപ്പെടുന്നത്. ഇതിൽ 2 ലക്ഷം രൂപ വാങ്ങാനെത്തിയപ്പോഴാണ് ഇന്നലെ മനോജിൻ്റെ തന്നെ പരാതിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്, കസ്റ്റഡി എടുക്കുന്നത്. നിലവിലിപ്പോൾ കസ്റ്റഡിയിൽ തന്നെയാണ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ഉദ്യോഗസ്ഥൻ്റെ ബാങ്ക് ഇടപാടുകളടക്കമുള്ള പണത്തിൻ്റെ ഇടപാടുകൾ പൂർണ്ണമായും പരിശോധനയ്ക്ക് വിധേയമാവുകയാണ്. ഇന്നലെ പിടികൂടുമ്പോൾ 2 ലക്ഷത്തിന് പുറമെ 1 ലക്ഷം രൂപ കൂടി ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഇതിൻ്റെ സ്രോതസ്സ് കണ്ടെത്തുകയാണ് നിലവിലത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് മറ്റൊരാളിൽ നിന്ന് കൈക്കൂലിയെ വാങ്ങിയതാണ് എന്നുള്ള ഒരു മൊഴി പ്രധാനമായിട്ട് ഇവർക്ക് മുന്നിൽ ഉണ്ട്. അത് മറ്റൊരാൾ നൽകിയതാണ്. അതിന് പുറമെ ഇയാൾ നൽകുന്ന മൊഴി, ഉദ്യോഗസ്ഥൻ നൽകുന്ന മൊഴി അത് ബാങ്കിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളതാണ്. എന്തായാലും അത് നിലവിൽ വിജിലൻസ് അത്ര വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. ഒപ്പം ഇന്നലെ തന്നെ ഇയാളെ പിടികൂടിയതിനൊപ്പം തന്നെ എറണാകുളത്തെ കടവന്ത്രയിലുള്ള ഇയാളുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്ന് ചില രേഖകൾ കൂടി വിജിലൻസ് ഇന്നലെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർ പരിശോധനകളും ഇന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആരിൽ നിന്നൊക്കെ കൈക്കൂലി വാങ്ങി, ഇതിനു മുമ്പ് മറ്റ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും നിലവിൽ വിജിലൻസിൻ്റെ പരിശോധനയിലാണ്. പോലീസും ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സ്മിത, അപ്പോൾ നമ്മൾ ഈ മണ്ണുക്കാവ് വാക്ക് വേ നമ്മുടെ മോർണിംഗ് വാക്കിംഗ് നടക്കുമ്പോൾ നമുക്കറിയാം, പ്രേക്ഷകർക്കറിയാം, ഇവിടെ ഈ വാക്കുയുടെ പ്രത്യേകത, ഈ വാക്ക് വേ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിന്റെ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. അമ്മേ നാരായണ എന്നതിന്റെ പ്രധാനപ്പെട്ട കവാടത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഇപ്പുറത്തെ സൈഡിൽ വഴിയുടെ വാക്ക് വേയുടെ. അതിന്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ നാഗരികതയാണ്, വില്ലകളും ഒക്കെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണല്ലേ. ഒരു അമ്പലം, ഇവിടെ പാടമുണ്ട്, അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാം. 5 മണി തൊട്ട് നമ്മൾ ആ പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട്. നാട് മിസ് ചെയ്യുന്നു, പെട്ടെന്ന് അങ്ങനെ ഒരു ഓർമ്മയിലേക്ക് പോയി. അപ്പൊ നമുക്ക് ഇന്ന് ബർത്ത്ഡേ വിഷ് അറിയിക്കാനുണ്ട് ചില ആൾക്കാരെ. ഇന്ന് പിറന്നാൾ ആശംസിക്കുന്ന എല്ലാവർക്കും ആദ്യമേ പിറന്നാൾ ആശംസകൾ നേരുന്നു. ഇനി നമുക്ക് 3 പേരുടെ പേരുകളുണ്ട് അല്ലെ. ക്രിസ്റ്റഫർ സെബാസ്റ്റ്യന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്ന് പാരന്റ്സ് കമന്റ് ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റഫർ സെബാസ്റ്റ്യൻ, ഹാപ്പി ബർത്ത്ഡേ. മറ്റൊരാൾ ഇഷാനയാണ് അല്ലെ. ഇഷാന നമ്മുടെ ആമിനക്കുട്ടി അയച്ചതാണ്. ആമിനയ്ക്ക് യൂട്യൂബിൽ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ പേഴ്സണൽ ആയിട്ട് അയച്ചു. കസിന്റെ മകളുടെ കുഞ്ഞിന്റെ ആണ്. ഇഷാന, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ. മറ്റൊന്ന് ഐഷ സിയ എനിക്ക് തോന്നുന്നു 15 വയസ്സ് പൂർത്തിയാവുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കമന്റ് കണ്ടു. എന്തായാലും ഐഷ സിയക്കും ഒരു നല്ല ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. ഇനി അല്പസമയം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചില വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കാനുമുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവാം അല്ലെ. അത് കുറേ പേര് കമന്റ്, നമ്മുടെ SKN40ക്ക് ആശംസകൾ ഒരുപാട് പേര് അറിയിക്കുന്നുണ്ട്. അതെ, അത് ഒരാളുടെ 2 പേരുടെ പേര് മാത്രം എടുത്ത് പറയുന്നില്ല, കാരണം അത്രയും പേര് പറയുന്നുണ്ട്. 24ന്റെ മാത്രം ഒരു യാത്രയില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമ്മളെല്ലാവരുടെയും കൂടി ഒരുമിച്ചാണ് യാത്രയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ഇടങ്ങളിലും ഓരോ ജില്ലയിലേക്കും വരുമ്പോൾ ആ ജില്ലയുടെ ഓരോ ലൂക്ക് ആൻഡ് കോർണറിലും നമ്മളും എത്തും ഈ യാത്രയുടെ ഭാഗമായിട്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാനും ഒക്കെയുള്ള വേദി ഉണ്ടാകും. അതെ, എപ്പോൾ എവിടെ എത്തും എന്നുള്ളത് അപ്പോൾ നമ്മൾ അറിയിക്കുകയും ചെയ്യും. നമ്മൾ ഒരുപാട് പേര് SKN ഇന്ന് ഞായറാഴ്ചയാണ്, അവധിയാണോ എന്ന് ചോദിക്കുന്നു. ധർമ്മജൻ VV, അല്ല, ഒരിക്കലുമല്ല. പിന്നെ സൗദിയിൽ നിന്നും ലൈവ് കാണുന്ന എന്റെ കമന്റ് ഒന്ന് വായിക്കുമോ എന്ന് ഷഫീഖ് കൂരാട് ചോദിക്കുന്നു. വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നു. നമുക്കൊന്ന് അന്തർദേശീയ വാർത്തകളിൽ എന്താണ് ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കാം. നമ്മുടെ ചില വാർത്തകൾ നമ്മൾ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ സൂചിപ്പിച്ചിരുന്നു, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. അമേരിക്കയിലെ ചുഴലിക്കാറ്റിനെ കുറിച്ചാണ് ആദ്യം. വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ 31 പേർ മരിച്ചു. 5 സ്റ്റേറ്റുകളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. 24 ചുഴലിക്കാറ്റുകൾ വിവിധ സ്റ്റേറ്റുകളിൽ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ.
US സംസ്ഥാനമായ മസൂറിയിലാണ് ഏറ്റവും അധികം മരണം റിപ്പോർട്ട് ചെയ്തത്. കാൻസസിലും മിസിസിപ്പിയിലും ടെക്സസിലും അർക്കൻസസിലും നിരവധി മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകൾ കൂടി വരുന്നു. ഇനി മറ്റൊന്ന് ഒരു യമനിലെ ആക്രമണ വാർത്തയാണ്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായി. അമേരിക്കൻ കപ്പലുകളെയും വിമാനങ്ങളെയും ഹൂതികൾ ലക്ഷ്യം വെച്ചതിനുള്ള തിരിച്ചടിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ലക്ഷ്യത്തിലെത്തുന്നതുവരെ കനത്ത ആക്രമണം തുടരുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ആക്രമണത്തിൽ യമൻ തലസ്ഥാനമായ സനായിൽ 9 പേർ കൊല്ലപ്പെട്ടു, 9 പേർക്ക് പരുക്കേറ്റിട്ടുമുണ്ട്. അപ്പോൾ ആ മേഖലയിലെ ആ ഒരു എന്താണ് പറയുക, അവിടുത്തെ അശാന്തി അതിങ്ങനെ തുടരുകയുമാണ്. അതെ. ഇനി വീണ്ടും നമുക്ക് കമന്റ് ബോക്സിലേക്ക് വരാം. അവിടെ സജീവ് ടി ശ്രീരാജ് പറയുന്നു, സ്മിത എന്റെ മോർണിംഗ് കാണുന്നില്ലേ, ഇനി മോർണിംഗ് അയക്കൂല, ബട്ട് 24 ന്യൂസ് കാണും, പിണങ്ങല്ലേ. വായിച്ചിട്ടുണ്ട് കേട്ടോ. പ്രജിന്റെ സ്വദേശം എവിടെയാണ്? ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ പയ്യന്നൂർ പെരിങ്ങോം. ഇളം പച്ച പ്രകൃതി, നല്ല ഭംഗി, പ്രഭാത കാഴ്ചകൾ. വസന്തകുമാരി കെ. സച്ചിൻസ് പറയുന്നു സജി ഫ്രം കോയമ്പത്തൂരാണ്. അവിടെ സൂര്യോദയം വന്നു, ഇവിടെ സൂര്യോദയം വന്നു എന്ന് പറയുന്നു. എല്ലായിടത്തും അങ്ങനെ ഉദയം ഉണ്ടാവട്ടെ. നമ്മുടെ സനൂപ്, നമ്മുടെ പ്രൊഡ്യൂസർ സനൂപ് അവിടെ PCR എത്തിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. കാരണം അതൊരു വലിയ റിപ്പോർട്ടാണ്. കാരണം സനൂപ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ SKN ഷോയുടെ ഒരു പ്രേക്ഷകൻ കമന്റ് ചെയ്തിരിക്കുകയാണ്, ഈ PCR നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടോ, കമന്റ് വായിക്കരുതെന്ന്. അപ്പൊ ക്രിസ്റ്റീന, ഇല്ല സനൂപ് മാത്രമേ അങ്ങനെ പേടിപ്പിക്കുള്ളൂ. സനൂപ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ പുരുഷോത്തമൻ കെ കുഞ്ഞിരാമൻ എന്നൊരു ഐഡിയിൽ നിന്ന് വന്ന കമന്റാണ്. SKN യാത്ര തുടരുകയാണല്ലോ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു ചോദ്യം ഉണ്ട്, സിഗരറ്റ് എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല? SKN 40 ഒരു ചരിത്രമാവട്ടെ. അപ്പൊ അതിൽ ഉന്നയിക്കാനുള്ള ചോദ്യമാണ്, സിഗരറ്റ് എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല? പൊതുയിടങ്ങളിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല, കംപ്ലീറ്റ് ആയിട്ട് നിരോധിക്കണമെന്നാണ്. അതെ, അതങ്ങനെ ഒരു ആവശ്യമാണ് പുരുഷോത്തമൻ കെ കുഞ്ഞിരാമൻ മുന്നോട്ട് വെക്കുന്നത്. ജിൻസ് കുര്യാക്കോസ് SKന്റെ തേരോട്ടം കാണാൻ വെയിറ്റിംഗ് ആണ്, പ്രോഗ്രാം ഫുൾ ലൈവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അത് ഇന്നത്തെ ഇപ്പോൾ 6 മണിക്ക് തുടങ്ങുന്ന വൈകിട്ടുള്ള അതിന്റെ ഉദ്ഘാടന ചടങ്ങ് അത് കൃത്യമായി തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തും. പിന്നീട് ഇടവേളകളിലൊക്കെ തന്നെ ഓരോ സമയത്തും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും. പക്ഷേ വാർത്തകൾ കൃത്യമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും കേട്ടോ. ഇനി പയ്യന്നൂരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്റെ നാട്ടിൽ നിന്നാണ്. അത്ര ഒരു വേദനിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. കണ്ണൂർ പയ്യന്നൂരിൽ സർക്കാർ ജോലിക്കിടെ ഓഫീസിൽ തളർന്നു വീണ് കിടപ്പിലായ ഭിന്നശേഷിക്കാരന് 7 വർഷമായി ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നാണ് പരാതി. റവന്യൂ വകുപ്പ് ശമ്പളം നൽകാൻ ഉത്തരവിട്ടിട്ടും എടാട്ട് സ്വദേശി ഇ വിനോദ് കുമാറിന്റെ ദുരവസ്ഥ തുടരുന്നു. പയ്യന്നൂർ താലൂക്കിലെ ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിൽ സൂപ്പർ ന്യൂമററി തസ്തികയിൽ ക്ലാർക്കായിരുന്നു വിനോദ് കുമാർ. 2019 ഫെബ്രുവരിയിലാണ് ഓഫീസിൽ തളർന്നു വീണത്. കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു, സംസാരശേഷിയും ഇല്ലാതായി. പിന്നീട് ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായത്. എന്നാൽ ചികിത്സയ്ക്കായുണ്ടായ സാമ്പത്തിക ബാധ്യത വീണ്ടും തളർത്തി. വളരെ ബുദ്ധിമുട്ടിലാണിപ്പോൾ. 7 വർഷമായിട്ട് സാമ്പത്തിക ആരോഗ്യം കൂടുതലുണ്ട്. പ്രായമായ അമ്മയും ഞങ്ങൾ മാത്രമേ വീട്ടുള്ളൂ. അവർക്കാണ് പ്രായമായി, അവർക്ക് തന്നെ സഹായിക്കാൻ പറ്റുന്നില്ല. അത്ര ദയനീയാവസ്ഥയിലേക്ക് ഉള്ളൂ. 2019 ജൂലൈ മുതൽ വിനോദ് കുമാറിന് ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിച്ചിട്ടില്ല. 2016 ഡിസബിലിറ്റി ആക്ട് പ്രകാരം ശമ്പളം അനുവദിക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ സബ് ട്രഷറിയിൽ നിന്ന് ശമ്പളം നൽകുന്നില്ലെന്നാണ് പരാതി. ബന്ധപ്പെട്ട റൂളും ഫിനാൻസ് ഉത്തരവും ഉണ്ടെങ്കിൽ മാത്രമേ ശമ്പളം നൽകാനാകൂ എന്നാണ് ട്രഷറി അധികൃതർ നൽകിയ വിശദീകരണം. 24 കണ്ണൂർ. അപ്പോൾ വിനോദ് ചേട്ടൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള കാര്യം റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം. സുമനസ്സുകളുടെ ഒരു എന്താണ് പറയുക, സഹായമാണ് തേടുന്നത്. ഒപ്പം തന്നെ കൃത്യമായി സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടാവണം.
അപ്പോൾ നമ്മൾ ഒരുപാട് സന്ദേശങ്ങൾ വരുന്നു വീണ്ടും വീണ്ടും. റഹീം അടൂർ, വളരെ പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ, അയ്യേ നാണക്കേട്, ഏതാന്ന് മനസ്സിലായില്ലേ? അത് നേരത്തെ നമ്മൾ സുജിത് സുരേന്ദ്രൻ റിപ്പോർട്ട് ചെയ്തതാണ്. സാമ്പിൾ ശരീരഭാഗങ്ങൾ അത് ആക്രിക്കാരനെടുത്തതിൽ. അപ്പോൾ ശരിയാണത്. മെഡിക്കൽ കോളേജിൽ നിന്ന് അത്തരം ഒരു വാർത്ത വന്നത് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചു. അംബിക എന്ന് പറഞ്ഞൊരു ഐഡി എന്നൊരു കമന്റ് ആണ്. പ്ലീസ് റിവ്യൂ ഹനുമാൻ കൈൻ, റൺ ഇറ്റ് അപ്പ്, ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ ഹിറ്റ് ഷോയിങ് ഔട്ട് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നു. ഹനുമാൻ കൈൻഡ് എന്ന് പറയുന്ന റാപ്പർ അല്ലെങ്കിൽ അത് ആ സിംഗർ, അത് മലയാളിയാണെന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞത്. അപ്പം പുതിയ സോങ് ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. കബനി അറിയോ? കബനിയെ അറിയില്ല? ഇല്ല. ഞാൻ ബാംഗ്ലൂർ നിന്ന് സ്ഥിരമായി 24 കാണുന്ന പ്രേക്ഷകയാണ്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. പ്രജിന്റെ ഒരു ആരാധിക കൂടിയാണ്. പ്രജിന്റെ നാട്ടിലൂടെ യാത്ര ചെയ്യുന്നു എന്ന് ആരോ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. ഇനി സനൂപ് ഉള്ളപ്പോൾ നേരത്തെ പറയണേ പ്രജിൻ, എന്നിട്ട് വേണം വേറെ ചാനൽ കാണാൻ. അങ്ങനെയൊന്നും ചെയ്യല്ലേ. രവികുമാറാണ് എല്ലാ പ്രേക്ഷകരും എന്താണ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സനൂപ് നല്ല അടിപൊളിയായിട്ട് നല്ല പക്കയാണ് PCR നിന്നും പ്രൊഡക്ഷൻ. അത് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇത് രഘുനന്ദനൻ പറയുന്നു, തിരുമുല്ലവാരം ക്ഷേത്രത്തിൽ ഇന്ന് കൊടിയേറുകയാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് രഘുനന്ദനൻ തിരുമുല്ലവാരം. ആ കാര്യം അറിയിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഒരു സ്റ്റോറി പെട്ടെന്ന് വായിക്കണമെന്ന് നമ്മുടെ സനു പറയുന്നുണ്ട്. അപ്പൊ അതിലേക്കാണ്. കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് യാത്രക്കാരുടെ അധിക നിരക്കുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അറിയിക്കുന്നു. നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യമുന്നയിച്ച് കേരള സർക്കാരും ഹജ്ജ് കമ്മിറ്റിയും കേന്ദ്രമന്ത്രിമാരുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണെന്നും റിയാദിൽ അദ്ദേഹം 24 പറഞ്ഞു. കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് യാത്രക്കാർക്ക് കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ ഏകദേശം 40,000 രൂപ അധിക ചാർജ് നൽകേണ്ടി വരുമെന്നാണ് ഇതുവരെ ലഭ്യമായ വിവരമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് വ്യക്തമാക്കി. കോഴിക്കോട് വിമാനത്താവളത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നുള്ള അധിക ചെലവുകളാണ് നിരക്ക് വർധനവിന് വിമാന കമ്പനികൾ കാരണമായി പറയുന്നത്. യാത്രക്കാരെ ഏറെ പ്രയാസത്തിലാക്കുന്ന ഈ പ്രശ്നത്തിൽ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ആശ്വാസകരമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. നമുക്ക് വിമാന കമ്പനികൾ കോട്ട് ചെയ്ത റേറ്റിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക സൂചന ലഭിച്ചപ്പോൾ തന്നെ കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഹജ്ജ് അഫേഴ്സ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററും ഹജ്ജ് കമ്മിറ്റിയും ഒക്കെ ബന്ധപ്പെടേണ്ട എല്ലാ കേന്ദ്രങ്ങളിലും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി, അതുപോലെ തന്നെ ഹജ്ജ് കാര്യമന്ത്രി, അതിൻ്റെ പുറമെ വ്യോമയാന മന്ത്രി, ഇവരൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട്ടു നിന്നുള്ള നിരക്ക് കുറച്ച് കൊണ്ടുവരണം എന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സമ്പൂർണ്ണമായി നമ്മൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നൽകിയ ഷെഡ്യൂൾ പ്രകാരമുള്ള മുഴുവൻ കാര്യങ്ങളും കേരള സർക്കാരിൻ്റെയും ഹജ്ജ് മന്ത്രിയുടെയും ഹജ്ജ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇതിനകം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹജ്ജിൻ്റെ 3 ഘട്ട സാങ്കേതിക ക്ലാസുകളാണ് ഇതിൽ പ്രധാനം. പല സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെ 1ാം ഘട്ടം പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. മാത്രവുമല്ല, കേരളത്തിലെ 3 പുറപ്പെടൽ കേന്ദ്രങ്ങളിലും ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട കരാർ നടപടികൾ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. ഷെഡ്യൂൾ പ്രകാരമുള്ള മറ്റു മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തിവരികയാണ്. ഇത്തവണ കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ എന്നീ പുറപ്പെടൽ കേന്ദ്രങ്ങളിൽ നിന്നായി ആകെ 16,000-ഓളം ഹജ്ജ് തീർത്ഥാടകരാണ് യാത്ര ചെയ്യുന്നത്. ഇതിൽ 5,000-ലധികം പേർ വീതം കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നും 4,000-ഓളം പേർ കണ്ണൂരിൽ നിന്നുമാണ്. ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്തു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. യെസ്, അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ കമന്റ് ബോക്സിലേക്ക് വന്ന് നമ്മുടെ സമയം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കുറച്ച് കമന്റുകളിലേക്ക് പോവാം. അതിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരുപാട് പേരുടെ ഹരിയോം പറയുന്നു, ഞാൻ വന്നാൽ ടാഗോർ തിയേറ്ററിൽ എൻട്രി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. ഫ്രീ എൻട്രി ആണോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ലൈവ് അവിടെ വരാം. SKN രാവിലെ കണ്ടില്ലെങ്കിൽ ദിവസം തുടങ്ങാനാവില്ലെന്ന് വിനയ് ഷൊർണൂർ പറയുന്നു. SKN 40ക്ക് എല്ലാ ആശംസകളും നേരുന്നു. അത് കുറെ പേര് പറയുന്നുണ്ട്. ആദർശ് വിജയം പറഞ്ഞു, ചേച്ചി ചേട്ടാ ഗുഡ് മോർണിംഗ്, ഞാൻ ട്രിവാൻഡ്രംകാരനാണ്, എനിക്കൊരു ഹായ് പറയുമോ ലൈവിൽ എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം ഹായ് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ ഒരുപാട് കമന്റുകളുണ്ട്. ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിലൊരു ഇടപെടൽ വേണമെന്ന് പറയുന്നുണ്ട് ഒരുപാട് പേർ. അതിൽ തന്നെ ഹാഷിം ഹബീബ് പറയുന്നു, ലഹരിയായി പിടിക്കുന്ന ആളുകളുടെ ഫോട്ടോ ഉൾപ്പെടെ പുറത്തുവിടണം, അതാണ് വേണ്ടത്. മറച്ചു വെച്ചാൽ പിന്നെയും അവർ അതിൽ തന്നെ നിൽക്കും, കാരണം ആരും അറിഞ്ഞില്ല എന്ന രീതിയിൽ അതിൽ നിന്നും മാറില്ലെന്ന്. ദാനീഷ് അശോക് ഒരു വ്യത്യസ്തമായ കാര്യം പറഞ്ഞു. അനീഷ് അശോക് ആചാരി, നിങ്ങളുടെ ചാനലിന്റെ വ്യത്യാസം, നിങ്ങൾ നമ്മുടെ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വായിക്കുമ്പോൾ നമ്മുടെ സ്വന്തമാണ് എന്ന് തോന്നിപ്പോകുന്നു എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. അതങ്ങനെ തന്നെയല്ലേ. കുറേ പേര് വീണ്ടും SK40 ആശംസകൾ പറയുന്നുണ്ട്. ഞാനും കണ്ണൂരുകാരനാണെന്ന് ഒരു ഷൈജു ഒക്കെ പറയുന്നുണ്ട്. ഹായ് ഷൈജു. പ്രാർത്ഥന പറയുന്നുണ്ടായിരുന്നു, പ്രജിൻ ചേട്ടൻ പാട്ട് പാടുമോ എന്ന്. പ്രജിൻ ചേട്ടൻ രാവിലെ തന്നെ ഒരു പാട്ട് പാടി. അതെ.